Hi students, we will continue with our discussion on the measures of central tendency using functions in Excel. We have already calculated the mean using the function average. Now we have three more functions, that is the median, mode and the geometric mean. So going straight to median, first you have to select the cell where you want the answer and then go to more functions, statistical, and from there find median. So this is the median function. It is asking you for the arguments. You have to select on the first cell here. So click on the first cell and select the data values. So once the data values are selected, we can see the median, the value of the median over here. Click OK and you have the answer in the cell. So whatever you find out, whatever value you get, it should always have a label to understand what it is. So I am writing the word median here. So we have the value of the median as 56. So I am just recalling what we did just now. We went to formula, more functions, statistical, and then we selected the function median, and by giving the data values there, we got the answer as 56. Now going to the next measure of central tendency, that is a mode. When we come to mode, actually Excel is offering you two options. Here in this data set, actually I have given the data set in such a way that there are two modes. Ivide ningal nokkanengil 47 enna number 3 times repeat cheyidittunde. Actually, what is the mode? Mode is a function or the number that repeats the maximum number of times, alle. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 47 എന്ന നമ്പർ ഇവിടെ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 89 എന്ന നമ്പറും 1, 2, 3 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മോഡ് എന്ന് പറയുന്നത് യുണീക്ക് ആവണമെന്നില്ല. ഒരു ഡേറ്റയിൽ എത്ര നമ്പേഴ്സ് വേണമെങ്കിലും മോഡ് ആകാം. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഡേറ്റാ സെറ്റിന് രണ്ട് മോഡ്സ് ഉണ്ട്. ഒന്ന് 47ഉം ഒന്ന് 89ഉം. സോ മോഡ് എക്സൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് വി ഹാവ് ടു ഓപ്ഷൻസ്. ദാറ്റ് ഈസ് രണ്ട് മോഡ് ഫങ്ഷൻസ് എക്സിൽ തരുന്നുണ്ട്. വൺ ഇസ് മോഡ് സിംഗിൾ ആൻഡ് ദ അതർ ഇസ് മോഡ് മൾട്ടിപ്പിൾ. ഓരോന്ന് എന്താന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മോഡ് സിംഗുലാർ എന്താന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് യു ഹാവ് ടു സെലക്ട് എ സെൽ, ദെൻ ഗോ ടു മോർ ഫങ്ഷൻസ്. ഇനി ഒരു കാര്യം, നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച ഫംഗ്ഷൻ, എടുത്ത ഫംഗ്ഷൻ ആണെങ്കിൽ അതൊന്നും കൂടി ആക്സസ് ചെയ്യാനായിട്ട് ആ റൂട്ട് മൊത്തം പോകേണ്ട കാര്യമില്ല. ദർ ഇസ് അനദർ ഐക്കോൺ ഹിയർ വിച്ച് ഇസ് കോൾഡ് റീസെൻ്റ്ലി യൂസ്ഡ്. നമ്മൾ അവസാനം എടുത്ത ഒരു 5-6 ഫംഗ്ഷൻസിൻ്റെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ എടുത്ത ഫംഗ്ഷൻ ആണെങ്കിൽ അതിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഈ റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ വേറെ പലതും ട്രൈ ചെയ്തു, അപ്പോൾ അതിൻ്റെയൊക്കെയാണ് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഉപയോഗിച്ച മീഡിയൻ, നേരത്തെ ഉപയോഗിച്ച ആവറേജ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം മോഡ് സിംഗുലാർ ഓൾറെഡി ഞാൻ എടുത്തതാണ്. സോ ഇറ്റ് ഈസ് അവൈലബിൾ ദർ. So we can select the cell where you want the answer, go to recently used, then mode singular. We are selecting the data values and giving OK. The answer vanna endha nokku, you got only a single answer, that is 89. അതായത് രണ്ട് മോഡ്സ് ഒറിജിനലി ഉണ്ട്, 47ഉം 89ഉം. പക്ഷേ എക്സൽ ഗേവ് യു ഓൺലി 89. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ മോഡ് സിംഗുലാർ എന്ന ഈ ഫംഗ്ഷൻ നമുക്ക് മോഡിൻ്റെ ഒരു വാല്യൂ, അതായത് ആദ്യം അറൈവ് ചെയ്യുന്ന വാല്യൂ മാത്രമേ തരുള്ളൂ. ഇവിടെ 89 ആണ് ആദ്യം വന്നത്, അതുകൊണ്ടാണ് 89 എന്നുള്ള ആൻസർ തന്നത്. ഇനിയും മൾട്ടിപ്പിൾ മോഡ്സ് ഉണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ലാത്ത സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് ഓൾവേസ് സേഫർ ടു യൂസ് ദ അതർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് മോഡ് മൾട്ടിപ്പിൾ. അതായത് സെലക്ട് എ സെൽ വേർ ആക്ച്വലി മോഡ് മൾട്ടിപ്പിൾ എന്നുള്ള സിറ്റുവേഷനിൽ എത്ര മോഡ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു സെലക്ട് എ സെൽ വിത്ത് അഡ്ജോയിനിങ് എംപ്റ്റി സെൽസ്. അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് എംപ്റ്റി സെൽസ് ഉള്ളതാണ് നല്ലത്. കാരണം ഒന്നിൽ കൂടുതൽ മോഡ്സ് ഉണ്ടെങ്കിൽ അത് ഒന്നിന് താഴെ ഒന്നായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ മേ ബി യു വിൽ സെലക്ട് ദിസ് സെൽ ഹിയർ, ഗോ ടു മോർ ഫങ്ഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ദെൻ മോഡ് മൾട്ടിപ്പിൾ. എഗെയിൻ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നതൊക്കെ അതേ രീതിയിലാണ്. യു സെലക്ട് ദ ഡേറ്റ വാല്യൂസ് ആൻഡ് ക്ലിക്ക് ഓക്കെ. മോഡ് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷൻ എടുത്തപ്പോൾ ഇറ്റ് ഗേവ് ബാക്ക് ദ ടു വാല്യൂസ് 89 ആൻഡ് 47. അപ്പോൾ ഒന്നിൽ കൂടുതൽ മോഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അത്ര ഉറപ്പൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് സേഫർ ടു യൂസ് ദിസ് ഫംഗ്ഷൻ.
അത് അടുത്ത അഡ്ജസൻറ്റ് സെൽസ് എം ടി ആയിട്ടിരിക്കുന്ന ഒരിടത്ത് വെച്ച് വേണം അതിനെ ഇൻവോക്ക് ചെയ്യാനായിട്ട്, അല്ലെ അതിനെ കോൾ ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ എത്ര മോഡ്സ് ഉണ്ടോ അത് ഒന്നിന് താഴെ ഒന്നായിട്ട് അത് എഴുതി കാണിക്കും. ഇനിയും വി ക്യാൻ ജസ്റ്റ് കം ബാക്ക് ടു ദ വാല്യൂസ്. ഇവിടെ 89 എന്നുള്ളത് 89 ആയിട്ടും 47നെ 47.00 എന്നുമാണ് കാണിച്ചേക്കുന്നത്. ദ റീസൺ ഇസ് ദാറ്റ് ഈ സെൽ 47 ഇരിക്കുന്ന സെല്ല് ഞാൻ ഓൾറെഡി ഫോർമാറ്റ് ചെയ്താണ്. ജസ്റ്റ് ടു ഷോ യു, ഒരു സെല്ലിനെ ഫോർമാറ്റ് ചെയ്താൽ അതിനുള്ളിലെ ഡേറ്റ വാല്യൂ എങ്ങനെ ആണ് അത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 89 എനിക്ക് 89.00 എന്നാക്കണമെങ്കിൽ ചൂസ് ദ സെൽ, റൈറ്റ് ക്ലിക്ക്, ഗോ ടു ഫോർമാറ്റ് സെൽസ്, ടേക്ക് നമ്പർ ആൻഡ് ടേക്ക് ദ ഡെസിമൽസ് ആസ് 2. ഡിഫോൾട്ടിൽ 2 ആണ്. ക്ലിക്ക് ഓക്കെ. സി 89 becomes 89.00. So this is the way in which you can format the cells in which you get the answers. So ഇത് മോഡിൻ്റെ വാല്യൂ ആണ്. ഇതും again multi mode ആണ്. This is also mode. Now you have one more measure of central tendency left, which is the geometric mean. So select a cell, go to more function, statistical, and from there select geometric mean. So this is geometric mean, geomean adana function de pere. Select geomean, select the data values and click enter. So this is the value of your geometric mean. ഇത്രയും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമുക്ക് ഫങ്ഷൻസിൽ പഠിക്കാനുള്ളത്. അതായത് മീൻ, അരിത്മെറ്റിക് മീൻ, ദാറ്റ് ഇസ് ഫൗണ്ട് ഔട്ട് യൂസിങ് ദ ഫങ്ഷൻ ആവറേജ്. അടുത്തത് മീഡിയൻ, വിച്ച് ഇസ് ഫൗണ്ട് ഔട്ട് യൂസിങ് ദ ഫങ്ഷൻ മീഡിയൻ. അടുത്തത് മോഡ്, അത് സിംഗിൾ മോഡ് എന്ന് ഉറപ്പാണെങ്കിൽ യു ക്യാൻ യൂസ് മോഡ് സിംഗുലാർ. മോഡ് ഏതാണ്, സിംഗുലാർ ആണോ മൾട്ടിപ്പിൾ ആണോ എന്നൊന്നും അറിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു യൂസ് മോഡ് മൾട്ടിപ്പിൾ. പിന്നെ ചില സിറ്റുവേഷൻസിൽ പഴയ വേർഷൻസ് ഓഫ് വിൻഡോസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ കിടക്കുന്നതെങ്കിൽ മോഡ് മൾട്ടിപ്പിൾ ഇല്ലാത്ത കേസസ് ഉണ്ട്, പഴയ വേർഷൻസ് ഓഫ് എക്സൽ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ആ സിംഗിൾ മോഡ് തന്നെ എടുക്കുക. ദെൻ യു ഹാവ് ജിയോമെട്രിക് മീൻ വിച്ച് ഇസ് ആക്സസ്ഡ് യൂസിങ് ദ ഫംഗ്ഷൻ ജിയോമീൻ. വി വിൽ quickly go to the two measures of dispersion also. Measures of dispersionൽ നമ്മൾ കുറേ എണ്ണം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും 2 എണ്ണം മാത്രമേ ഉള്ളൂ ഫങ്ഷൻസിൽ പഠിക്കാൻ. അതിൽ ഒരെണ്ണം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെഷറാണ്, വിച്ച് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എല്ലാ ഫങ്ഷൻസും ആക്സസ് ചെയ്യുന്നത്, ഇൻവോക്ക് ചെയ്യുന്നത് ഒരേപോലെയാണ്. ഫങ്ഷൻസ് എടുക്കുക, ഡേറ്റ വാല്യൂ കൊടുക്കുക, ക്ലിക്ക് ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കിട്ടാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻ ഇസ് more functions, statistical, you have to come down, standard EVP, അതാണ് ഫങ്ഷൻ്റെ പേര്. PQRS എസ്സിൽ സ്റ്റാൻഡേർഡ് EVP, ഇതാണ് നമ്മുടെ ഫങ്ഷൻ. ദിസ് ഇസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ, അതാണ് പിയുടെ ഫുൾ ഫോം. സോ യു ഹാവ് ടു സെലക്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ ആൻഡ് ദെൻ സെലക്ട് ദ വാല്യൂസ് ആൻഡ് ക്ലിക്ക് ഓക്കെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോപ്പുലേഷൻ എന്ന് വെച്ചാൽ സിഗ്മയുടെ വാല്യൂ ആണ്. അതായത് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന സിഗ്മയുടെ വാല്യൂ ആണ് നമ്മളിപ്പം കണ്ടുപിടിച്ചേക്കുന്നത്. ഒരു ഫംഗ്ഷനും കൂടി അവിടെ ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ. അത് നമ്മളുടെ ഫങ്ഷൻസിനകത്ത് അതിൻ്റെ ലിസ്റ്റിലില്ല, എന്നാൽ പോലും അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ എന്ന് പറയുന്നത് എസിൻ്റെ വാല്യൂ ആണ്. അതായത് 1/n-1 സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ. നമ്മൾക്ക് പക്ഷേ ഫങ്ഷൻസിനകത്ത് stdev.p എന്ന ഫങ്ഷൻ മാത്രമാണ് ഉള്ളത്. ഓക്കെ, ഇറ്റ് ഗിവ്സ് യു ദ വാല്യൂ ഓഫ് സിഗ്മ. ഇനിയും ഒരു മെഷർ ഓഫ് ഡിസ്പേർഷനും കൂടി നമുക്കുണ്ട്, വിച്ച് ഇസ് ദ AVEDEV, ആവറേജ് ഡീവിയേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കൂ. ഇറ്റ് റിട്ടേൺസ് ദി ആവറേജ് ഓഫ് ദി അബ്സല്യൂട്ട് ഡീവിയേഷൻസ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ഫ്രം ദെയർ മീൻ. എന്ന് വെച്ചാൽ ഓരോ ഡേറ്റ പോയിൻറ്റും അതിൻ്റെ മീനുമായിട്ടുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ ആവറേജ്. എന്തായിരുന്നു ആ സാധനം? നമ്മൾ അതിന് കൊടുത്തിരുന്ന പേര് മീൻ ഡീവിയേഷൻ എന്നാണ്. അപ്പോൾ മീൻ ഡീവിയേഷൻ്റെ വാല്യൂ ആണ് ആവറേജ് ഡീവിയേഷൻ അല്ലെങ്കിൽ ആവ്ഡെഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. സോ യു ഹാവ് ടു സെലക്ട് ദ ഡേറ്റ വാല്യൂസ്, ക്ലിക്ക് എൻറ്റർ ആൻഡ് യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ മീൻ ഡീവിയേഷൻ. അപ്പോൾ ഇത്രയും ഫങ്ഷൻസ് ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലും നമുക്ക് പഠിക്കാനുള്ളത്. സോ ഗോ ത്രൂ ഓൾ ദി ഫങ്ഷൻസ് ഫോർ വേരിയസ് ഡേറ്റ വാല്യൂസ്, ട്രൈ ദം ഔട്ട്.
ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇതും കൂടെ ഉള്ളൂ, സ്ക്യൂനെസ്സും കർട്ടോസസും. വി വിൽ ഡീൽ വിത്ത് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ ബൈ.